നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിന് തൽക്കാലം സ്റ്റേ ഇല്ല. ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇതടക്കം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോകുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആദ്യം ഇടുക്കി മാങ്കുളം ആനക്കുളത്തിന് സമീപം ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ വിജയൻ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വേദനിപ്പിക്കുന്ന വാർത്തയാണല്ലോ ഈ അപകടത്തിൽപ്പെട്ടത്. ഏത് ദേശത്തു നിന്നുള്ളവരാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഇവരുടെ വിശദമായ ഡീറ്റെയിലുകൾ കിട്ടുന്നതേ ഉള്ളൂ. 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. 5 മണിയോടുകൂടിയാണ് ഈ ആനക്കുളത്തിന് സമീപത്ത് വെച്ച വലിയ ഇറക്കത്തിൽ ട്രാവലറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വലിയ താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തത്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് 14 പേരാണ്. അതിലൊരു കുട്ടിയും ഒരു യുവാവുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തമിഴ്നാട് സ്വദേശികളാണ്. ഈ വഴിപരിചയത്തിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും അതുവഴി എത്തിയ മറ്റു വിനോദസഞ്ചാരികളുടെ വാഹനത്തിൽ ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും 2 പേരുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റ് 12 പേരുടെ പരുക്കും സാരമുള്ളതാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എങ്കിൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരികയുമാണ്. രാഹുൽ, വിശദാംശങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ, അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ അപകടമുണ്ടായ മേഖല എന്ന് പറയുന്ന അത്തരത്തിൽ കുത്തനെ ഇറക്കം, അതങ്ങനെ ഒരു അപകട മേഖലയാണോ രാഹുൽ? സ്ഥിരം അപകട മേഖലയാണ്. 8 വാഹനങ്ങൾ ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വലിയൊരു ഇറക്കം ആണ്, അതായത് കുത്തനെയുള്ള ഇറക്കമാണ്. പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ വലിയ ഗിയറിലൊക്കെ ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉള്ള ഇറക്കം. പക്ഷേ അത് ചില ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നു. പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർ അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് പലപ്പോഴും അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെ ആയിരിക്കാം സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും അപകടം സ്ഥിരമായി നടക്കുന്ന മേഖലയിലാണ്. പക്ഷെ അവിടെ മറ്റേതെങ്കിലും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. എന്തായാലും ഈ വഴിപരിചയത്തിന്റെ കുറവ് തന്നെയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനു മുമ്പും അപകടം സംഭവിച്ചിട്ടുണ്ട് അവിടെ. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 2 പേരാണ് ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ചത്. കൊല്ലം പരവൂരിൽ തിരയിൽപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ യുവാവ് കടലിൽ മുങ്ങി മരിച്ചു. പുനലൂർ കാഞ്ഞിരമല സ്വദേശി എസ് അൻസാറാണ് മരിച്ചത്. പരവൂർ പുഴിക്കര തീരത്തായിരുന്നു അപകടം. അരുൺ രാജ് കൊല്ലത്ത് നിന്ന്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് കൊല്ലം പരവൂരിൽ വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടത്. ഇതിനിടയിൽ ആണ് ഈ യുവാവ് ആയ അൻസാർ ഈ കടലിലേക്ക് ഇറങ്ങി കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ഇതിലെ തിരമാലയിൽ അൻസാറും ഒടുവിൽ പെടുകയായിരുന്നു. ഈ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പരവൂർ പൊഴിക്കര ദേവീക്ഷേത്രത്തിന് സമീപത്തായിരുന്നു സംഭവം. ഈ യുവാവിനെ ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ട് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് തീരത്ത് അടിഞ്ഞത്. ഈ വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടതിനെ കണ്ടതിനെ തുടർന്നാണ് അൻസാർ ഇവരെ രക്ഷപ്പെടുത്താനായി കടലിലേക്ക് ഇറങ്ങിയത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത പൗരത്വ ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല എന്നതാണ്. നിയമത്തിന് എതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9 വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സദുദ്ദേശത്തോടെ അല്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനുള്ളിൽ പൗരത്വം നൽകുന്ന നടപടി ആരംഭിച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അനുബന്ധമായി പുറപ്പെടുവിച്ച ചട്ടത്തിന്റെയോ സാധുതാ പരിശോധനയിലേക്ക് സുപ്രീം കോടതി ഇന്ന് കടന്നില്ല. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകളിൽ മറുപടി അറിയിക്കാൻ സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപേക്ഷകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുള്ളതാണ്. പൗരത്വ നിയമമോ ചട്ടമോ ഒരാൾക്കും പൗരത്വം നിഷേധിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനോ അല്ല. 2014 മുൻപ് ഇന്ത്യയിൽ അഭയം തേടിയ അതിർത്തി രാജ്യങ്ങളിലെ ചില വിഭാഗങ്ങളിലെ ആളുകൾക്ക് പൗരത്വത്തിന്റെ സംരക്ഷണം നൽകുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. നടപടികളും സംവിധാനങ്ങളും പൂർത്തിയാകാൻ 3 മാസമെങ്കിലും വേണ്ടിവരുമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കേന്ദ്ര നിലപാടിനെ ശക്തമായാണ് എതിർപക്ഷം ഗണ്ണിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഈ നിയമം ലംഘിക്കുന്നു. ഒരു മതവിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. നിയമം പാസായി 4 വർഷവും 4 മാസവും കഴിഞ്ഞാണ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്.
തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അസ്വാഭാവികത കാണാമെന്നും ഹർജിക്കാർ വാദിച്ചു. നിയമത്തിനെതിരെ രാജ്യത്തുള്ള വികാരം പോലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എതിർവിഭാഗം പറഞ്ഞു. അപേക്ഷകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി അടിയന്തര ഇടക്കാല സ്റ്റേയ്ക്ക് തയ്യാറായില്ല. ഇക്കാലയളവിൽ പൗരത്വം അനുവദിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും കോടതി വിലയിരുത്തി. ഹർജിക്കാരിൽ ആദ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ കപിൽ സിബലും ഹാരിസ് ബീരാനും പ്രതിനിധീകരിച്ചു. ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. എംപവേർഡ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതിനെല്ലാം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത്. 3 ആഴ്ച സാവകാശമാണ് മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ, രമേശ് ചെന്നിത്തല, കേരള സർക്കാർ എന്നിവരുടെ അടക്കമുള്ള ഹർജികൾ ഇനി ഏപ്രിൽ 9-ന് സുപ്രീം കോടതി പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ആർ അച്യുതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ. സ്റ്റേ ഇല്ല എന്നത് ഒരു ഭാഗത്ത്, അതേസമയം തന്നെ കൂടുതൽ വിശദീകരണം ഇക്കാര്യത്തിൽ കോടതി തേടുന്നു. 9-ന് അടുത്ത മാസം ഹർജികൾ പരിഗണിക്കാനും പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, ഈ CAA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികൾ ഇന്ന് പരിഗണിക്കവേ ഒരു ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. കാരണം ഇതിൽ കേന്ദ്രം അറിയിച്ചത് ഏതാണ്ട് 237ഓളം ഹർജികളുണ്ട്. ഇതിൽ ഇടക്കാല ആശ്വാസം തേടിയിട്ടുള്ള ചില അപേക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു മറുപടി നൽകാൻ 4 ആഴ്ചത്തെ സമയം അനുവദിക്കണമെന്നായിരുന്നു കേന്ദ്രം മുന്നോട്ട് വച്ചത്. എന്നാൽ 3 ആഴ്ചത്തെ സമയമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അറിയിച്ചത് ഈ പൗരത്വ ഭേദഗതി നിയമം അത് രാജ്യത്ത് ആരുടെയും പൗരത്വം നിഷേധിക്കുന്ന ഒരു നിയമമല്ല എന്നുകൂടി ഉയർത്തുകയുണ്ട്. എന്നാൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്, പ്രത്യേകിച്ചും ഹർജിക്കാർക്കായിട്ട് കപിൽ സിബൽ മുന്നോട്ട് വെച്ച വാദം, ഈ കോടതി ഇതിൽ വാദം അടുത്ത് കേൾക്കുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും പൗരത്വം നൽകാതിരിക്കാൻ ഒരു സ്റ്റേ ഇതിൽ കൊണ്ടുവരണം, ഇടക്കാല സ്റ്റേ നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. അതിനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അതിനായി ഈ കമ്മിറ്റികളൊന്നും തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയായി സോളിസിറ്റർ ജനറൽ അറിയിച്ചത് 3 തലത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ട്. അത് പൂർത്തീകരിച്ച ശേഷമേ ഒരാൾക്ക് പൗരത്വം നൽകുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടക്കാല സ്റ്റേ അതുകൊണ്ടാണ് ഇതിൽ അനുവദിക്കാത്തത്. എന്തായാലും ഇതിനിടയിൽ ആർക്കെങ്കിലും പൗരത്വം നൽകിയാൽ അത് ഹർജികൾ അസാധുവാകുന്ന തരത്തിലേക്ക് പോകുമെന്നും ആവശ്യപ്പെടുന്നതെന്നും കപിൽ സിബൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആ വാദപ്രതിവാദങ്ങളെല്ലാം നിൽക്കുകയാണ്. എന്തായാലും ഇടക്കാല സ്റ്റേ നൽകിയിട്ടില്ല. പകരം ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ യുവാവ് മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്ന ലോറിയിൽ നിന്നാണ് അനന്തുവിന്റെ ദേഹത്തേക്ക് കരിങ്കല്ല് വീണത്. അപകടത്തിൽ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. രാവിലെ 7:30യോടെയാണ് അപകടം. തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്ന ലോറിയിൽ നിന്ന് എതിർദിശയിൽ നിന്ന് വന്ന അനന്തുവിന്റെ ശരീരത്തിലേക്ക് കരിങ്കല്ല് വീഴുകയായിരുന്നു. റോഡിലെ കുഴി ഒഴിവാക്കി പോകാനുള്ള ടിപ്പറിന്റെ ശ്രമത്തിനിടെയാണ് കല്ല് തെറിച്ച് വീണത്. അപകടത്തിൽ അനന്തുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അമിതമായി ലോഡ് കയറ്റി ടിപ്പർ വന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഓവർലോഡ് തന്നെ എപ്പോഴും അവർ ഓവർലോഡിൽ വണ്ടി കല്ല് കൊണ്ടുപോകുള്ളൂ. എപ്പോഴും ഓവർലോഡ്. അത് പോലീസ് ഗവനിക്കുക അല്ലെങ്കിൽ ആ കമ്പനിക്കാരെ ഗവനിക്കുക ഒന്നും ചെയ്യുന്നില്ല. ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപകടത്തെ തുടർന്ന് തുറമുഖത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി. തുറമുഖത്തിനകത്തേക്ക് കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപകടമുണ്ടാക്കിയ ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അശ്രദ്ധമായി വാഹനമോടിക്കൽ, ജീവന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ വാഹനമോടിച്ച് തുടങ്ങിയ ദുർബല വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അപകടമുണ്ടാക്കിയ ടിപ്പർ നേരത്തെയും നിയമലംഘനം നടത്തിയ വാഹനമാണ്. റോഡ് നിയമം പാലിക്കാത്തതിനും അമിതഭാരം കയറ്റിയതിനുമാണ് ഗതാഗത വകുപ്പും പോലീസും പിഴ ചുമത്തിയത്. സ്വകാര്യ കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ് മരിച്ച അനന്തു. അനന്തുവിന്റെ പിതാവ് വിദേശത്താണ്. മാതാവും സഹോദരിയും മുത്തശ്ശിയുമാണ് വിഴിഞ്ഞത്തെ വീട്ടിലുള്ളത്. 24 തിരുവനന്തപുരം.
MG പ്രതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഒട്ടേറെ നിയമലംഘനങ്ങൾ ഇതിനു മുൻപും ഉണ്ടാക്കിയിട്ടുള്ള ടിപ്പറാണ് അത്. ഈ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് എന്നുള്ള ആക്ഷേപം നാട്ടുകാരും പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, വിഴിഞ്ഞത്ത് അതിദാരുണമായ സംഭവമാണ് രാവിലെ ഉണ്ടായത്. 7:30യോടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അമിതഭാരം കയറ്റി സ്ഥിരമായി ലോറികൾ ഈ പാതയിലൂടെ സഞ്ചരിക്കാറുണ്ട്. പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇന്ന് അതൊരു ജീവനെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് വിഴിഞ്ഞത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ അപകടം ഉണ്ടായ ശേഷവും കുറ്റക്കാർക്കെതിരെ വളരെ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, തുടർച്ചയായി നിയമലംഘനം നടത്തിയ അതേ വാഹനം തന്നെയാണ് ഇന്ന് ഒരു ജീവൻ കവരുന്ന സാഹചര്യത്തിലേക്കും പോയത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി ഈ സംഭവത്തിൽ ഉണ്ടാകണമെന്നതാണ് അനന്തുവിൻ്റെ കുടുംബവും ഒപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്ന കാര്യം. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അനന്തുവിന്റെ മൃതദേഹം ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം കുടുംബത്തിന് കൈമാറുക. ഉന്മേഷ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ ഇപ്പോൾ വരുന്നൊരു വാർത്ത. നേരത്തെ സൂചിപ്പിച്ച ഇടുക്കി മാങ്കുളത്തെ വാഹനാപകടത്തിൽ മരണം 3 ആയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. കുത്തനെയുള്ള ഇറക്കത്തിൽ മാങ്കുളത്ത് വെച്ചാണ് ഈ വാഹനം റോഡിന് താഴേക്ക് മറിഞ്ഞത്. ഇപ്പോൾ തേനി സ്വദേശി ഗുണശേഖരൻ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. അങ്ങനെ മരണസംഖ്യ 3 ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് രാഹുൽ വിജയൻ നേരത്തെ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ പരിചയക്കുറവായിരിക്കാം ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, അങ്ങനെ മരണസംഖ്യ 3 ആയിരിക്കുന്നു. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, തൻവിക് 2 വയസ്സുള്ള കുട്ടി, അതുപോലെ തന്നെ ഗുണശേഖരൻ 70 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്, പിന്നെ ഒരു യുവാവ് 40 വയസ്സുള്ള യുവാവ് ആണ് നിലവിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 11 പേർക്കും പരിക്കുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് നമുക്ക് അറിയാനും കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അപകടം നടന്ന് ഈ ആശുപത്രിയിലേക്ക് എത്താൻ ഉണ്ടായ ഒരു കാലതാമസം കൂടി ഈ ഒരു മരണത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാങ്കുളത്ത് നടന്ന അപകടമാണ്. അവരെ ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള ആശുപത്രി അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. അങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഈ മരണം സംഭവിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും 3 പേരുടെ മരണം ഈ ട്രാവലർ മറിഞ്ഞുള്ള അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ സങ്കടപ്പെടുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ പ്രഷർ കുക്കർ കമ്പനിയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് എത്തിയവരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. കമ്പനിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. മുഴുവൻ 14 പേര് വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പരിക്കും ഗുരുതരമാണ്. ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില, അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇവരും ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. രാഹുൽ, പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പരിക്ക് നിസ്സാരമല്ല, സാരമുള്ള പരിക്കുകളാണ്. ഇവരെ അടിയന്തരമായി മറ്റു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു നടപടികളൊക്കെ പോലീസ് വിശദമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ബാക്കി 9 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. അവർക്കും കൃത്യമായ ചികിത്സ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, ഈ മാങ്കുളം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം വിനോദസഞ്ചാര മേഖലയാണ്, അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലയുമാണ്. ഈ അപകടമുണ്ടായ മേഖല എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ആയിരുന്നുവല്ലോ ഈ കുത്തനെ ഇറക്കമുള്ള ഈ മേഖല എന്ന് പറയുന്നതല്ലേ? ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ, അതായത് പ്രധാന പാതയാണ്. പ്രധാന പാതയിൽ തന്നെയാണ്, അതായത് വിരിപാറയിൽ നിന്ന് മാങ്കുളം ആനക്കുളത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി അതിലൊരു ചെറിയ ഇറക്കമുണ്ട്. ചെറുതല്ല, വലിയ ഇറക്കമാണ്. രാഹുൽ, ഒരു നിമിഷം. രാഹുൽ, ഇപ്പോൾ മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ശ്രീ ബിബിൻ ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ബിബിൻ, അങ്ങനെ തന്നെയല്ലേ പേര്? ശ്രീ ബിബിൻ. അതെ അതെ അതെ. ബിബിൻ, ഒന്ന് പറയൂ, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് ബിബിന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ബിബിൻ. ഞാൻ സംഭവ സ്ഥലത്ത് നിലവിലില്ലായിരുന്നു. ഞാൻ ഒരു മീറ്റിങ്ങിന് ഇടുക്കിക്ക് പോയിരിക്കുമായിരുന്നു. ഞാൻ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. നിലവില് നമ്മള് മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തിന് പോകുന്ന വഴിക്ക് വലിയ ഒരു ഇറക്കമുണ്ട്. അതോടൊപ്പം നല്ലൊരു ഹെയർപിൻ വളവും കൂടിയാണ്. അവിടെ തിരുവാറ മുതൽ ആനക്കുളം വരെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടിക്ക് നമുക്ക് ചവിട്ടിയാൽ ബ്രേക്ക് വലിയ ഇറക്കമായതിന്റെ പേരിൽ
നമ്മൾ ഹൈ ഗിയറിൽ ഇറങ്ങി പോകേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ മുൻകരുതൽ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു പരിധി വരെ ശ്രദ്ധിക്കാതെ പോയതിന്റെ ഒരു രീതിയിലായിരിക്കാം നമുക്കിപ്പോൾ നിലവിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബിബിൻ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്പൊ അടിമാലി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 3 പേർ മരിച്ചു എന്നുള്ളതാണ്. ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില അങ്ങനെ ബിബിന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ നമ്മൾ ലൈവായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പരിക്കുകളുള്ളവരെ താഴെ കോലഞ്ചേരിയിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ 3 പേര് മരിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേര് മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഉടനടി താഴത്തേക്ക് കൊണ്ടുവരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പരിക്കേറ്റ ആളുകളുടെ നില അല്പം സാരമുള്ളതാണ്, അതുകൊണ്ട് കോലഞ്ചേരിയിലേക്ക് മാറ്റണം അല്ലേ? താഴത്തേക്ക് മാറ്റുന്നു. ഈ ബിബിൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ സ്ഥിരം ഒരു അപകട മേഖലയാണോ ബിബിൻ അത്, ഈ കുത്തനെയുള്ള ഇറക്കം ഹെയർപിൻ എന്നൊക്കെ പറയുമ്പോൾ? അതെ, സ്ഥിരമായിട്ട് അവിടെ നമുക്ക് ഇപ്പൊ ഈ കാവൽക്കാർ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്ക് കയറ്റം കയറി വരുമ്പോൾ നമുക്ക് വഴിയുടെ വളവ് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പൊ കയറ്റം ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് വഴിയുടെ വട്ടം തിരിഞ്ഞുള്ള ഒരു തിരിവ് വരുന്നത്. അതായത് നമ്മൾ ഈ പരിചയമില്ലാത്ത ആളുകൾ വന്നാൽ അത് ചെറിയ തോതിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകും അല്ലേ, പെട്ടെന്ന് ഇത്തരത്തിലൊരു ഹെയർപിൻ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ശരി. ഇതിന് മുന്നേ പല അപകടങ്ങളും ഉണ്ടായപ്പോഴും നമ്മൾ PWD ആയിട്ട് ബന്ധപ്പെട്ട് ഈ കയറ്റം കുറച്ച് വളവ് കാണാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് നമ്മൾ കത്ത് മുഖേനയും കൊടുത്തിട്ടുള്ളതാണ് നിലവിൽ. ശരി. നന്ദി ബിബിൻ. ബിബിൻ അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു, ആശുപത്രിയിലേക്ക്. മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ബിബിൻ. നൽകിയ വിവരങ്ങളനുസരിച്ച് സ്ഥിരം ഒരു അപകട മേഖലയാണ്, ഒരു പക്ഷേ പരിചയക്കുറവായിരിക്കാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ബിബിൻ പറയുന്നത്. ഇടുക്കി മാങ്കുളത്താണ് ഈ വാഹനാപകടം ഉണ്ടായത്. 3 പേർ മരിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൽകിയത്. നേരത്തെ രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. ഇനി ഇലക്ഷൻ സ്റ്റണ്ട്. S. വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.